ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള രണ്ട് ഈസി ആയിട്ടുള്ള കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ബീട്രൂട്ടും പരിപ്പ് ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു അടിപൊളി കറിയാണിത്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. വളരെ സിമ്പിളുമാണ്. പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു ബീട്രൂട്ടും ഒരു അരക്കപ്പ് പരിപ്പും എടുത്തിട്ടുണ്ട്. പരിപ്പൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്കൊരു കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പരിപ്പും ബീട്രൂട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക്, ഒരു വലിയ തക്കാളി, ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളിടണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് ഇത് വേകാനുള്ള വെള്ളം ഒഴിക്കണം. അത് നികക്കെ നിൽക്കണം. ആ തരത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ സ്റ്റൗവിലേക്ക് മാറ്റാം. അത് നികക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിലെങ്കിലും കേൾക്കണം കേട്ടോ. നല്ല ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അത് വിസിൽ വരട്ടെ. ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 4 അല്ലി ചുവന്നുള്ളി, 3 പച്ചമുളക്. ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇവിടെ നമ്മുടെ പരിപ്പും ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു പാനിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഒന്ന് സ്പൂൺ വെച്ച് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് അരപ്പ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. നോക്കിയിട്ട് ആവശ്യമുള്ള പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കണം. ഞാൻ നോക്കിയപ്പോൾ പുളി കുറവാണ്, ഉപ്പും കുറവാണെന്ന് തോന്നി. കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വെക്കാം. കുറച്ചുകൂടി ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2-3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് കടുകും കൂടി ഒന്ന് താളിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും പരിപ്പും കൊണ്ടുള്ള കറി ഇവിടെ തയ്യാറായി. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു ഉപ്പിലിട്ടതാണ് കേട്ടോ. അതിനായിട്ട് ഒരു ബീട്രൂട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 15 പച്ചമുളക് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒന്ന് കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്കൊരു കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലിലേക്ക് തട്ട് തട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മുളക്, അങ്ങനെ തട്ട് തട്ടായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കടകളിൽ നിന്ന് അൽഫാമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ചെയ്ത് നോക്കുക. ഇവിടെ ബീട്രൂട്ടും മുളകും ഒക്കെ ഞാൻ നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായം പൊടിച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി ഇച്ചിരി കൂടുതൽ ചേർക്കണം. 1/2 കപ്പ് വിനാഗിരിയെങ്കിലും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ചൂട് മതി, ഓവർ ചൂടാവരുത് കേട്ടോ. ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇത് നിറച്ചുള്ളത് കൊണ്ട് നമുക്ക് അത് മിക്സ് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട്
ആ ബോട്ടിലൊന്ന് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ടത് ഇവിടെ റെഡിയായി. ഇനി 2 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ 2 റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.